നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മഴ ശക്തമാകുമ്പോൾ നമ്മൾ ആദ്യം ഭയപ്പെടുന്നത് വെള്ളപ്പൊക്കത്തെയും ഉരുൾപൊട്ടലിനെയും ഒക്കെയാണ്. എന്നാൽ അതിനേക്കാൾ നിശബ്ദമായി ഓരോ വർഷവും നിരവധി ജീവനുകൾ അപഹരിക്കുന്ന മറ്റൊരു അപകടമുണ്ട്: വൈദ്യുതി ആഘാതം. വൈദ്യുതി ആഘാതമേറ്റുള്ള മരണങ്ങൾ പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് അധികമാണ്. പലപ്പോഴും നമ്മുടെ അശ്രദ്ധയോ അല്ലെങ്കിൽ പലരുടെയും അനാസ്ഥ മൂലമാണ് ഇത്തരത്തിലുള്ള മരണങ്ങൾ സംഭവിക്കാറുള്ളത്. വൈദ്യുതി ആഘാതമേറ്റുള്ള മരണങ്ങൾ കേരളത്തിൽ വർദ്ധിച്ചു വരുന്നു. ഇതിന് പ്രധാന കാരണങ്ങൾ അശ്രദ്ധ തന്നെയാണ്. ഒപ്പം തന്നെ മഴക്കാലത്തുണ്ടാകുന്ന ചെറിയ പാളിച്ചകളും സംഭവിക്കുന്നത്, വയറിങ്ങിലെ തകരാറുകൾ, ഇതൊക്കെയാണ് സാധാരണ ഇത്തരത്തിൽ പ്രത്യേകിച്ച് മഴക്കാലത്ത് ഈ വൈദ്യുതി ആഘാതമേറ്റുള്ള മരണകാരണങ്ങൾ കൂടാനുള്ള കാരണമെന്ന് പറയുന്നത്. കഴിഞ്ഞ 15 വർഷത്തിനിടെ കേരളത്തിൽ 3679 പേർ ഷോക്കേറ്റ് മരിച്ചതായിട്ടാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു കുടുംബത്തിലെ 2 പേർക്കാണ് വൈദ്യുതി ആഘാതം മൂലം ജീവൻ നഷ്ടമായത്. ഒരേ സമയം തന്നെയാണ് 2 പേർക്കും വൈദ്യുതി ആഘാതമേറ്റിരിക്കുന്നത്. പാലക്കാട് ആലത്തൂര് തെന്നിലാപുരത്താണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അഴയിൽ നിന്ന് ഷോക്കേറ്റ് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മറ്റൊരു സ്ത്രീ മരിച്ചു. ഇതിൽ ആദ്യത്തെ യുവതി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മരിച്ചു. തെന്നിലാപുരം വടക്കേത്തറ രാധാകൃഷ്ണന്റെ ഭാര്യ രാധികയാണ് ഇന്ന് രാവിലെ 6 മണിയോടെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. 36 വയസ്സാണ് രാധികയ്ക്കുള്ളത്. ഇതോടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 2ആയി. ഇക്കഴിഞ്ഞ ജൂലൈ 24-നാണ് അപകടമുണ്ടായത്. വീട്ടുമുറ്റത്ത് ഇരുമ്പ് കഴുക്കോലിൽ നിന്ന് കെട്ടിവലിച്ച ഇരുമ്പ് കമ്പി ഉപയോഗിച്ചുള്ള അഴയിൽ തുണി വിരിക്കുന്നതിനിടെയാണ് ശാരദയ്ക്ക് ആദ്യം ഷോക്കേറ്റത്. താഴെ വീണ ശാരദയെ രക്ഷിക്കാൻ ഓടിയെത്തിയ മരുമകൾ രാധികയും ഷോക്കേറ്റ് തെറിച്ചു വീഴുകയായിരുന്നു. തുടർന്ന് ഇത് കണ്ട അനുജന്റെ ഭാര്യ രേഷ്മയും രാധികയെ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ ഷോക്കേറ്റെങ്കിലും പരിക്ക് ഗുരുതരമല്ലാതിരുന്നതിനാൽ ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ടു. ശാരദയും രാധികയും ആദ്യം ഇരട്ടക്കുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്കും മാറ്റിയിരുന്നു. ഇരുവർക്കും തലയിൽ ഗുരുതര പരിക്കേറ്റതിനാൽ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയായിരുന്നു. ഇതിനിടെ ശാരദ ശനിയാഴ്ച പുലർച്ചെയാണ് മരിച്ചത്. വീടുപണി നടന്നുകൊണ്ടിരുന്നതിനാൽ തൊട്ടടുത്ത് താൽക്കാലികമായി നിർമ്മിച്ച ഷെഡിൽ നിന്നും ഇലക്ട്രിക് വയർ ഉപയോഗിച്ചാണ് വൈദ്യുതി കണക്ഷൻ എടുത്തിരുന്നത്. ഇതിലൂടെ വൈദ്യുതി ഇരുമ്പ് കഴുക്കോലിലേക്കും തുടർന്ന് അഴയിലേക്കും പ്രവഹിച്ചതാണ് അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത്. അതായത് താൽക്കാലികമായി കെട്ടിയിട്ടുണ്ടായിരുന്ന അവിടെയുണ്ടായിരുന്ന ഒരു ഇരുമ്പ് കഴുക്കോലിൽ നിന്നുള്ള തൊട്ടപ്പുറത്ത് തന്നെയായിരുന്നു ഈ ഒരു തുണി വിരിക്കുന്ന അഴയും കെട്ടിയിട്ടുണ്ടായിരുന്നത്. അതിലൂടെ വൈദ്യുതി പ്രവഹിക്കുകയായിരുന്നു. ഒരു ചെറിയൊരു അശ്രദ്ധ അവർ ശ്രദ്ധിച്ചു കാണില്ല, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഇത്രയും ആഴത്തിൽ ചിന്തിച്ചു കാണില്ല. പക്ഷേ തുണി വിരിക്കുന്നതിനിടയിലാണ് ആദ്യം അമ്മയ്ക്ക് ഷോക്കടിക്കുന്നത്. ഇത് കണ്ടിട്ട് മരുമകൾ ഓടി വന്നിട്ട് മരുമകൾ എല്ലാവരും പെട്ടെന്ന് ആദ്യം ഒന്ന് പാനിക്കായിട്ട് ചെയ്യുന്നതാണ് ഈ ഷോക്കേറ്റ ആളെ പോയി പിടിക്കുക എന്നുള്ളത്. അത് വളരെ അപകടമാണ്. കാരണം അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ആ പിടിക്കുന്ന ആൾക്ക് വൈദ്യുതി ആഘാതം ഏൽക്കും എന്നുള്ളത് നമ്മൾ വളരെ ചെറിയ ക്ലാസ് മുതൽ പഠിച്ചു വരുന്നതാണ്. ഒരിക്കലും വൈദ്യുതി ആഘാതം ഏൽക്കുന്ന ഒരാളെ നേരിട്ട് നമ്മൾ കൈകൊണ്ട് തൊടരുത് എന്നുള്ളത്. മറ്റുള്ള എന്തെങ്കിലും പ്രത്യേകിച്ച് വൈദ്യുതി പ്രവഹിക്കാത്ത എന്തെങ്കിലും മരക്കഷ്ണം കൊണ്ടോ മറ്റോ വേണം. അല്ലെങ്കിൽ ആദ്യം പോയിട്ട് കറന്റിന്റെ മെയിൻ സ്വിച്ച്, വീടിനുള്ളിലാണ് ഷോക്ക് ഏൽക്കുന്നതെങ്കിൽ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ മരുമകൾ ഓടി വരുമ്പോൾ ഷോക്കേറ്റ് നിൽക്കുന്ന അമ്മയെയാണ് കണ്ടത്. ഉടൻ തന്നെ പോയിട്ട് മരുമകളും ഈ അമ്മയെ പിടിക്കുന്നു. ഒടുവിൽ 2 പേരും തെറിച്ചു വീഴുന്നു. ഈ സമയത്താണ് അനിയന്റെ ഭാര്യ കൂടി ഓടി വരുമ്പോൾ ഈ രണ്ടാമത് ഓടി വന്നിട്ടുള്ള ആളും ഷോക്കേറ്റ് നിൽക്കുന്നത് കണ്ടപ്പോൾ വീണ്ടും പിടിക്കാൻ പോയി ഇവരും ഷോക്കേറ്റ് താഴെ വീഴുകയായിരുന്നു. പക്ഷെ അവരുടെ പരിക്ക് അത്ര ഗുരുതരമല്ല. ആദ്യം ഓടി വന്ന അമ്മയ്ക്കും മരുമകൾക്കും ഗുരുതരമായി തന്നെ പരിക്കേൽക്കുകയായിരുന്നു. അവരാണ് ചികിത്സയിൽ കഴിയുന്നതിനിടെ ഒരാൾ ശനിയാഴ്ചയും ഒരാൾ ഇന്ന് രാവിലെയും മരണമടഞ്ഞിരിക്കുന്നത്. അപകടത്തിന് കാരണമായത് പ്രാഥമിക അന്വേഷണം നടക്കുകയാണ്. സംഭവത്തിൽ പോലീസും കൃത്യമായി തന്നെ എന്താണ് സംഭവിച്ചത്, ഇത് ആരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് എന്നുള്ളതും അന്വേഷിക്കുന്നുണ്ട്. വൈദ്യുതി സുരക്ഷാ മാനദണ്ഡങ്ങളിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നതുൾപ്പെടെ എല്ലാ വശങ്ങളും പരിശോധിച്ചു വരികയാണ്. പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് ഇത്തരത്തിലുള്ള അപകടങ്ങൾ കൂടുതലാണ്. കാരണം നമ്മൾ അറിയില്ല, പലയിടത്തും പോസ്റ്റിൽ നിന്നുള്ള വൈദ്യുതി ലൈനുകൾ പൊട്ടി റോഡിൽ വീണ് കിടന്നും അത് ചവിട്ടിയും അതിന് മുകളിലൂടെ വാഹനങ്ങൾ പോകുമ്പോഴുള്ള അപകടങ്ങൾ സംഭവിക്കുന്നത് ധാരാളമാണ്. മാത്രമല്ല ഈ പുഴകളോ തോടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുളങ്ങൾ പോലുള്ള സ്ഥലങ്ങളിൽ അവിടെ വല്ല പോസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഈ മഴക്കാലത്ത് കാറ്റിലും മറ്റും പൊട്ടി അത് ആ വെള്ളത്തിൽ കിടക്കുന്നുണ്ടെങ്കിൽ അതും നമ്മൾ അറിയാതെ ഇറങ്ങി അവിടെ നിന്നും ഷോക്കേറ്റ് മരിച്ചിട്ടുള്ള നിരവധി സംഭവങ്ങൾ നമ്മൾ ഉണ്ടായി.
ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു കാഴ്ച ആദ്യം കാണുകയാണെങ്കിൽ ഉടൻ തന്നെ ആ ഭാഗത്തേക്ക് പോകാതിരിക്കുക, കൈകൊണ്ട് അത് എടുത്ത് മാറ്റി ഇടാതിരിക്കുക. ആദ്യം നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം KSEB വിളിക്കുക. KSEBയെ വിളിച്ച് കൃത്യമായിട്ട് അവരോട് കാര്യങ്ങൾ പറയുക, അല്ലെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനും മറ്റുമായിട്ട് ബന്ധപ്പെടുക. മാത്രമല്ല അതുവഴി ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരെ തടയുക. ആ ഒരു പൊട്ടിക്കിടക്കുന്ന ലൈനുകളിൽ മറ്റും ചവിട്ടാതിരിക്കാൻ അവരെ അവിടെ തടയുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് പ്രാഥമികമായിട്ട് സാധാരണ ഒരു മനുഷ്യന് ചെയ്യാൻ സാധിക്കുന്നത്. മഴക്കാലത്ത് പൊട്ടി വീഴുന്ന വൈദ്യുതി ലൈനുകൾ, അനധികൃതമായ വൈദ്യുതി ഉപയോഗിച്ചുള്ള മീൻപിടുത്തം, വീടുകളിലെ പഴകിയ വയറിങ്ങും എർത്ത് ലീക്കേജും, കൂടാതെ അശ്രദ്ധയോടുള്ള ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ ഉപയോഗം, പൊട്ടിവീണ വൈദ്യുതി കമ്പികൾ കാണുമ്പോൾ തന്നെ KSEB അധികൃതരെ ഉടൻ വിവരം അറിയിക്കുക. നനഞ്ഞ കൈകൾ കൊണ്ട് സ്വിച്ചുകളോ ഉപകരണങ്ങളോ തൊടരുത്. ഒരാഴ്ച മുമ്പ് തോട്ടി ഉപയോഗിച്ച് തേങ്ങ പറിക്കുന്നതിനിടെ ഷോക്കേറ്റ് മരിച്ച 21-കാരന്റെ അമ്മയ്ക്ക് KSEB നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവുണ്ടായിരുന്നു. കൊല്ലം ശക്തികുളങ്ങര സ്വദേശിയായ സനുവാണ് ഇരുമ്പ് തോട്ടി ഉപയോഗിച്ച് തേങ്ങ കുത്തിയിടുന്നതിനിടെ മരിച്ചത്. ഇതും വലിയൊരു അശ്രദ്ധയാണ്. കാരണം ഇരുമ്പ് തോട്ടിയോ അല്ലെങ്കിൽ ഇരുമ്പ് സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാങ്ങയോ ചക്കയോ ഇതൊക്കെ പറിക്കുമ്പോൾ തൊട്ടപ്പുറത്തു കൂടി പോസ്റ്റിൽ നിന്നുള്ള വൈദ്യുതി ലൈനുകൾ പോകുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ മരണം സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇവിടെ ഇത് തന്നെയാണ് സംഭവിച്ചത്. തോട്ടി സമീപത്തു കൂടി പോകുന്ന വൈദ്യുതി ലൈനിൽ തട്ടിയാണ് സനുവിന് ഷോക്കേറ്റത്. നഷ്ടപരിഹാരത്തിന് ഉത്തരവിട്ടത് തിരുവനന്തപുരത്തെ പെർമനന്റ് അദാലത്ത് ഫോർ യൂട്ടിലിറ്റി സർവീസാണ്. 2021 ഒക്ടോബറിലായിരുന്നു സനുവിന്റെ മരണം. വെൽഡർ ജോലി ചെയ്തിരുന്ന സനുവിന്റെ വരുമാനത്തിലാണ് കുടുംബം കഴിഞ്ഞു വന്നിരുന്നത്. 2 സഹോദരിമാരായിരുന്നു യുവാവിനുണ്ടായിരുന്നത്. അപകടം നടക്കുന്ന സമയത്തും ഇളയ സഹോദരി 10ാം ക്ലാസ്സിലായിരുന്നു, മൂത്ത സഹോദരി വിവാഹിതയും. KSEBയുമായി നഷ്ടപരിഹാരത്തിനായി കേസ് നടക്കുന്നതിനിടെ അച്ഛൻ മരിച്ചു. സനുവിന്റെ അമ്മ സത്യഭാമ അദാലത്തിൽ പരാതി നൽകിയത് 2023-ലാണ്. വൈദ്യുതി ബോർഡ് ലൈനിന്റെ സുരക്ഷിതത്തിൽ വീഴ്ച വരുത്തിയതിനാൽ ഉണ്ടായ അപകടത്തിന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണമെന്നായിരുന്നു ആവശ്യം. എന്നാൽ അപകടം സംഭവിച്ചത് സനുവിന്റെ അശ്രദ്ധയും അലക്ഷ്യമായ പ്രവൃത്തിയും കൊണ്ടാണെന്നാണ് ബോർഡ് വാദിച്ചത്. ഫൈനൽ സെറ്റിൽമെന്റായി കുടുംബത്തിന് 2 ലക്ഷം രൂപ നൽകിയതും അദാലത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. തുടർന്ന് 2024-ൽ അദാലത്ത് സത്യഭാമയുടെ പരാതി തള്ളി. ഇതിനെതിരെ സത്യഭാമ ഹൈക്കോടതിയെ സമീപിക്കുകയും കോടതി കേസിൽ പുതുതായി വാദം കേൾക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. വാദത്തിനൊടുവിൽ ബോർഡിന്റെ വീഴ്ച കൊണ്ടാണ് അപകടമുണ്ടായതെന്നാണ് അദാലത്ത് കണ്ടെത്തിയത്. തോട്ടി വൈദ്യുതി ലൈനുമായി സമ്പർക്കത്തിൽ വന്നപ്പോൾ ട്രിപ്പ് ആവേണ്ടതായിരുന്നു, എന്നാൽ അത് സംഭവിച്ചിട്ടില്ല. ട്രിപ്പ് ആവാനുള്ള പ്രൊട്ടക്റ്റീവ് ഫ്യൂസും സിസ്റ്റം പ്രവർത്തിച്ചില്ല എന്ന് ബോർഡിന്റെ വീഴ്ചയാണ്. സനുവിന്റെ പ്രതിദിനം 1000 രൂപ വരുമാനം ഉണ്ടായിരുന്നെന്നാണ് കുടുംബം അദാലത്തിൽ അറിയിച്ചത്. എന്നാൽ സർക്കാർ വെൽഡർ ജോലിക്ക് നിശ്ചയിച്ചിട്ടുള്ള മിനിമം വേതനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് അദാലത്ത് നഷ്ടപരിഹാര തുക നിശ്ചയിച്ചത്. മുമ്പ് നൽകിയ 2 ലക്ഷം കഴിച്ച് 36,50,000 അമ്മയ്ക്ക് ബോർഡ് നൽകണം. ഈ തുകയ്ക്ക് 6% പലിശയും കൂടാതെ 10,000 രൂപ കോടതി ചെലവായി നൽകണമെന്നും ഉത്തരവിലുണ്ട്. ഈ ഉത്തരവ് സമാന രീതിയിൽ മരണപ്പെട്ട ആളുകളുടെ കുടുംബങ്ങൾക്ക് സഹായകരമായേക്കും. കേരളത്തിൽ വൈദ്യുതി ലൈനുമായി സമ്പർക്കത്തിൽ വന്ന് നിരവധി പേർ മരിച്ചിട്ടുണ്ട്. ഇരുമ്പിൽ നിർമ്മിച്ച തോട്ടി, കോണി എന്നിവ ഉപയോഗിക്കുന്നതിനിടെ വൈദ്യുതി ലൈനിൽ തട്ടി 2024-25 സാമ്പത്തിക വർഷത്തിൽ മാത്രം കൊല്ലപ്പെട്ടത് 22 പേരാണെന്നാണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ കണക്ക്. 31 പേർക്ക് പരിക്കേറ്റു. ഏറ്റവും കൂടുതൽ മരണങ്ങൾ ആ വർഷം നടന്നത് കൊല്ലം ജില്ലയിലാണ്. 6 പേരാണ് ജീവൻ പൊലിഞ്ഞത്. ഏതായാലും ശ്രദ്ധിക്കുക. കാരണം ഈ മഴക്കാലത്ത് ഈ വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടൽ പോലെ തന്നെ ഏറ്റവും അപകടമാണ് വൈദ്യുതി ആഘാതമേറ്റുള്ള മരണങ്ങളും.